അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ? ഇനി നമുക്ക് മുടി നന്നായിട്ട് വളരാനുള്ള ഒരു നല്ല അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ ടിപ്സാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ വേനൽ ചൂടായതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും തന്നെ മുടി പൊഴിയുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. കുറേശ്ശെ പൊഴിയുന്നില്ലേ? പൊഴിയുന്നവരൊക്കെ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. പൊഴിയുന്നവരൊക്കെ ഈ ഞാൻ പറയുന്ന ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മുടി അടിപൊളിയായിട്ട് വളരാനുള്ള ഒരു ടിപ്സാണ്. നമ്മൾ മുടി പനങ്കുല പോലെ വളരും എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അതുപോലെ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് കൂടുതലൊരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാരച്ചൂട്ട് വെളിച്ചെണ്ണ. ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ ഏത് ടിപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ മുടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമ്മുടെ തലയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. ഉടക്കൊക്കെ കളഞ്ഞ മുടിയായിരിക്കണം. ആരും ഉടക്കിലിട്ടിട്ട് എണ്ണയൊന്നും തേക്കരുത് കേട്ടോ. പൊതുവേ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ചെറുതായിട്ടുണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ല. അപ്പം നമ്മൾ അതിനെ നേരിടാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന ടിപ്സ് എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം. ഏത് ചെയ്യുന്നതിന് മുന്നും നമ്മളിങ്ങനെ ഒന്ന് എണ്ണയൊന്ന് പുരട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് കെട്ടിവെച്ചാൽ മതിയാവും, നമ്മുടെ സമയം അനുസരിച്ച്. ചില ആഴ്ചയിൽ ഞാൻ ഓയിൽ മസാജ് ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല, മുടി അങ്ങ് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഒരുപാട് ദിവസമായി, കഴിഞ്ഞ ദിവസം ടിപ്സ് ചെയ്താട്ടോ, മുട്ടയുടെ ടിപ്സ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളമാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം കഞ്ഞിവെള്ളത്തിൻ്റെ ഇത് നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ മുടി ഒന്ന് ആവശ്യത്തിന് എണ്ണയൊക്കെ ആയി, ഇനി നമുക്കൊന്ന് കെട്ടിവെക്കാം. കെട്ടിവെച്ചു. ഇനി ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായ കഞ്ഞിവെള്ളമാണ്. 2 ദിവസമാകുമ്പോൾ കഞ്ഞിവെള്ളത്തിന് ചെറിയ സ്മെല്ലുണ്ടാവും, ഒരുമാതിരി സഹിക്കാൻ മേലാത്ത സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്മെല്ലൊക്കെ മാറും. ഇപ്പം 2 ദിവസമായ കഞ്ഞിവെള്ളമാണിത്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. കണ്ട, 2 ദിവസമായ കഞ്ഞിവെള്ളം. ഇനി നമുക്കിത് തലയിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് തലയിലൊക്കെ തേച്ച് കൊടുത്തിട്ടൊരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയാം എങ്ങനെ ഈ കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ചുമ്മാതെ ഇതുപോലെ ഇങ്ങനെ ചുമ്മാ, ഞാൻ വെളിയിൽ വന്നിരുന്ന് തേക്കുന്നത്. നമ്മുടെ അകത്ത് നിന്ന് കഞ്ഞിവെള്ളമൊന്നും തേച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നമ്മുടെ അകം മുഴുവനാകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് തേച്ച് കൊടുക്കുക. ശരിക്കും ജലദോഷമൊക്കെ ഉള്ളവർക്ക് ഈ 2 ദിവസമായ കഞ്ഞിവെള്ളമൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പം അത് നമ്മുടെ ആരോഗ്യം നോക്കി നിങ്ങൾ ചെയ്ത് കൊടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുക. ഇത് കുറച്ച് തണുപ്പല്ലേ പഴങ്കഞ്ഞി വെള്ളം, നല്ല തണുപ്പാണ്. നല്ലതായിട്ട് നമ്മുടെ തലയിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുടി പൊഴിയാതിരിക്കാനും മുടി നല്ലതായിട്ട് തഴച്ചു വളരാനും ഒക്കെ നല്ല അടിപൊളിയാണ് ഈ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമൊക്കെ ഒരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമാണ് അല്ലേ. എല്ലാ ദിവസവും അരി വാർക്കുമല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ ദിവസവും അരി വെക്കും. അപ്പം ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് നിങ്ങൾ വെച്ചാൽ മതിയാകും. അപ്പം ഇന്നെടുത്ത കഞ്ഞിവെള്ളം തേച്ചിട്ട് അതിന് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ 2 ദിവസം ഇങ്ങനെ വെച്ച കഞ്ഞിവെള്ളം ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് കിട്ടും കഞ്ഞിവെള്ളം. അപ്പോൾ എല്ലാവരും പറയത്തില്ലേ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലതെന്ന് പറയത്തില്ല, ശരീരത്തിൽ തണുപ്പ് ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും അതുപോലുള്ളൊരിതാണ് ഇതിനും കിട്ടുന്നത്. കണ്ടോ?
പിന്നെ തല മുഴുവൻ തേച്ചു. ഇനിയിപ്പം എന്താ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പം നമുക്കതെടുത്തിട്ട് തലയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കസേര പുറകോട്ടിരട്ടെ, അല്ലെങ്കിൽ വീണ്ടും സിറ്റൗട്ടിലേക്ക് വീഴും. കണ്ട നമ്മളെന്നിട്ട് ഇത് തലയിലോട്ട് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഞാനുണ്ടല്ലോ ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വെച്ചുകൊണ്ടിരിക്കും. ഞാൻ അധികം 10 മിനിറ്റേ വെക്കത്തുള്ളൂ, അധികം സമയം വെക്കത്തില്ല. അധികം സമയം വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പനിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പനി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് തണുപ്പാണ്, അതുകൊണ്ട് എല്ലാവരും ഇത് നോക്കി വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പം ഭയങ്കര ചൂടല്ലേ, ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതാണ്. ഞാനിപ്പോഴും നല്ലതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കഞ്ഞിവെള്ളത്തിൻ്റെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിലേ നമ്മുടെ മുടി ഈശ്വരൻ നമുക്ക് തന്ന, എന്താ പറയുന്നത്, ഈശ്വരൻ നമുക്ക് തന്ന ഒരു വരദാനമാണെന്നൊക്കെ പറയാം മുടി അല്ലേ. അപ്പം അത് നമ്മൾ പോകാതെ കാത്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമാണ്. അപ്പം എന്താ പഴകഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തലമുടി കെട്ടിവെച്ചിരിക്കുവാണ്. അപ്പം ഇന്ന് ഞാനൊരു 10 മിനിറ്റ് വെക്കും. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷമേ പോയി കുളിക്കത്തുള്ളൂ. അപ്പം എന്താ പറയേണ്ടത്, അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പായ്ക്കാണ്. ഒറ്റ മുടി പോലും പൊഴിയത്തുമില്ല. നമ്മുടെ മുടി നല്ല കരുത്തോടെയൊക്കെ വളരാനായിട്ടൊക്കെ നല്ല അടിപൊളിയാണ്. മുഖത്തോട്ടൊക്കെ ഒഴുകുന്നു ഈ കഞ്ഞിവെള്ളം നമ്മളിപ്പോൾ തലയിൽ ഒഴിച്ചതല്ലേ. ഇന്നാൾ ഇതുപോലെ ഞാൻ ഈ തേയില വെള്ളത്തിൻ്റെ ആണോ ഉലുവ വെള്ളത്തിൻ്റെ ആണോ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇപ്പം ഇതുപോലെ ഞാൻ അകത്തം കണ്ട് നിന്നാണ് അത് ചെയ്തത്. അപ്പം അകത്ത് നിന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് തലയിലോട്ട് വെള്ളം കോരി ഒഴിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ അവിടെ വെച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ബാത്റൂമിലും ഞാൻ നിൽക്കത്തില്ല, തെന്നും കഞ്ഞിവെള്ളം ഒക്കെ ആകുമ്പോഴത്തേക്ക് തെന്നും. അപ്പം ഞാൻ വെളിയിൽ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അന്ന് ഞാനിത് കുറച്ച് കാണിച്ചിട്ട് ഞാനങ്ങ് പോയി. അപ്പം ആരോ പറഞ്ഞു അവർ തലയിലോട്ട് അത് തേക്കുന്നില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമുക്ക് എന്ത് കാര്യം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് പ്രയോജനം കിട്ടിയ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പം പിന്നെ ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും സാധാരണ നോർമൽ വാട്ടറിൽ നന്നായിട്ട് നമ്മുടെ തലമുടി നല്ലതായിട്ട് ഒലച്ചൊന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളത്തിന് മണമൊന്നും നിൽക്കത്തില്ല. നിങ്ങൾ പിന്നെ ഷാമ്പുവും സോപ്പും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. താളിയും ഇന്നത്തെ ദിവസം ഉപയോഗിക്കരുത്. നമ്മൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താളിയിട്ട് കഴുകാം. ഷാമ്പു ആണെങ്കിൽ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പു മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ കഞ്ഞിവെള്ളം തേച്ചതിൻ്റെ എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മുടിയിലെ ഉടക്കൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് മുടി കെട്ടി വെക്കണം. മുടി നമ്മുടെ ബെഡിൽ കിടന്നൊന്നും എഴുതാനായിട്ട് പാടില്ല. അങ്ങനത്തെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ പാക്ക് നല്ല സൂപ്പറാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും അപ്പോൾ ഓരോ ആഴ്ചയിലും ഞാൻ മാറി ഓരോ പാക്ക് ചെയ്യാറ്. പിന്നെ ഞാൻ മുട്ടയുടെയാണ് ചെയ്തത്. അത് പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല. കാരണം എപ്പോഴും ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇപ്പം ഇപ്പോഴേക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ മുട്ടയുടെ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല. ഇന്ന് കഞ്ഞിവെള്ളത്തിൻ്റെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് ആയി തോന്നുന്നു. പാചകം അടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10 മിനിറ്റായി. അപ്പം ഞാനൊന്ന് പോയി നീരാടിയിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പായ്ക്ക് എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവരും രാവിലെ തന്നെ എല്ലാവരും ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഇത് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാതെ യാതൊരു നിവൃത്തിയില്ല. ഈ വെള്ളം ആ കഞ്ഞിവെള്ളം ദേഹത്തോട്ടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം എന്താ കഞ്ഞിവെള്ളമൊക്കെ തേച്ച് കഴിഞ്ഞ് നീരാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുടിക്ക് സ്മെല്ല് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ല് ഇല്ല. എന്നാലും നമുക്കത് പരിഹരിക്കാം കേട്ടോ. ഇപ്പം എന്താ ഞാനപ്പം നിങ്ങൾ പറയും ഇതൊക്കെ തേച്ചിട്ട് ഇങ്ങനെ വെളിയിലോട്ട് പോകുന്ന വല്ലവർക്കും ഈ ചീത്ത സ്മെല്ലൊക്കെ വന്നാലും, പക്ഷെ അത്രയ്ക്ക് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇങ്ങനെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ മാത്രം ചെറിയൊരു സ്മെൽ അനുഭവപ്പെടുത്തുകയുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ വെളിയിൽ പോകുന്ന ദിവസം തേക്കാതിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇന്ന് ഞാനത് ഓർത്തില്ല, തേച്ച് കഴിഞ്ഞാണ് ഓർത്തത്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നേ. പക്ഷേ ഈ മുടിയുണ്ടല്ലോ, ഇപ്പം കുളിച്ചതല്ലേ ഉള്ളൂ, നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ സ്മെല്ല് നിൽക്കത്തില്ല. നമ്മൾ ഈ ഉണങ്ങുന്നതിന് മുന്നേ ചെറിയ സ്മെല്ല് വരും, പക്ഷെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ആ സ്മെല്ല് വരത്തേ ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് അടിപൊളിയാണ്. എല്ലാവരും അത് ചെയ്ത് നോക്കണം. ചെയ്ത്
ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം. മുടി കൊഴിച്ചിൽ നിന്നെന്നും മുടി നന്നായിട്ട് വളർന്നു എന്നും എല്ലാവരും പറയണേ. എനിക്ക് കമൻ്റൊക്കെ ഇടണം കേട്ടോ. അപ്പം പ്രയോജനം കിട്ടുന്നൊരു കമൻ്റ് ഇടണം. കമൻ്റ് കേട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടും. ഞാൻ പറഞ്ഞു കൊടുത്ത ഇത് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം കിട്ടിയല്ലോ എന്ന് നമുക്കൊരു തോന്നൽ വരും. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കമൻ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ബൈ.